ഈ 2026 ശിവരാത്രിക്ക് ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുമ്പോൾ പോലും എൻ്റെ കണ്ണുകൾ നിറയും, അത്ര ശക്തമാണത്. നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദമ്പുരി. കുംഭമാസം വരികയാണ്. കുംഭമാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനുഷ്യ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മഹാശിവരാത്രിയാണ്. മഹാശിവരാത്രി ലോകത്തുള്ള എല്ലാ ഭക്തജനങ്ങളും ഒരുപോലെ ഇന്ത്യ മുഴുവൻ വളരെ ഗംഭീരമായി ആചരിക്കുന്ന ഒരു ദിനമാണ് മഹാശിവരാത്രി. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന സകല ശാപതാപ ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും സങ്കടങ്ങൾക്കും അറുതി വരുത്തുക, സർവ്വവിധ അറിഞ്ഞും അറിയാതെയും ചെയ്ത സർവ്വദോഷങ്ങൾക്കും പരിഹാരമുണ്ടാക്കുക, ആ ഒരൊറ്റ കാരണത്തിൽ തന്നെ ശിവരാത്രി മഹാത്മ്യപ്പെട്ടിട്ടുണ്ട്. ശിവരാത്രി വ്രതം കൊണ്ട് ജീവിതത്തിലെ അറിഞ്ഞും അറിയാതെയുള്ള സകല ദോഷങ്ങളും സർവ്വ ദുരിതങ്ങളും സർവ്വ സങ്കടങ്ങളും സർവ്വ കഷ്ടതകളും മാറി നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ശക്തിമത്തായ ഏറ്റവും വലിയ ദിവസമാണ് ശിവരാത്രി വ്രതവും. ഈ 2026 ശിവരാത്രിക്ക് ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തലേദിവസം വരുന്നത് ശനിയാഴ്ചയാണ്. ശനി പ്രദോഷമാണ്. പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്. ഞായറാഴ്ച നമുക്കെല്ലാവർക്കും അറിയാം, ഓരോ ദിവസവും ഓരോ ദേവന്മാർക്ക് പ്രാധാന്യമുള്ളതുപോലെ തന്നെ ഞായറാഴ്ച രവിവാരം ശിവന് മഹാദേവന് വളരെ പ്രാധാന്യമുള്ള ഒരു ദിനം കൂടിയാണ്. സാധാരണ കഴിക്ക് ശിവരാത്രി നൊയമ്പ് എന്ന് പറയുന്നത് തലേ ദിവസം നമ്മൾ വൈകുന്നേരം മത്സ്യമാംസാഹാരങ്ങളെല്ലാം ഒഴിവാക്കി വൈകുന്നേരം ശനിയാഴ്ച അല്ലെങ്കിൽ തലേ ദിവസം ശിവരാത്രിയുടെ തലേ ദിവസം ഒരിക്കലെടുത്തുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ നേരത്തെ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എണീറ്റ് കുളിച്ച് മഹാദേവനെ തൊഴുത് അവിടുത്തെ തീർത്ഥം ആദ്യം സേവിച്ച് അന്ന് ഉപവാസമായിട്ടാണെങ്കിൽ ഒന്നും കഴിക്കാതെ എടുക്കാം, പഴവർഗ്ഗങ്ങൾ മാത്രം എടുക്കാം, കരിക്ക് മാത്രം കഴിച്ചുകൊണ്ടെടുക്കാം, അരിയാഹാരം ഒഴിവാക്കിക്കൊണ്ട് ശിവരാത്രി എടുക്കാം. അങ്ങനെ ശിവരാത്രി വ്രതം എടുക്കുകയാണ് വേണ്ടത്. രാത്രിയിൽ അറിയാം, നമുക്ക് ചരിത്രം അറിയാം, ഭഗവാൻ അമൃത് കടയുന്ന സമയത്ത് കാളകൂടം വിഷം ഭൂമിയിൽ പതിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വിഴുങ്ങുകയും അത് ഖണ്ഡത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഭഗവതി പെട്ടെന്ന് അത് ഇറക്കല്ലേ ഭഗവാനെ ദേവാന്നും പറഞ്ഞ് കഴുത്തിൽ പിടിക്കുകയും അങ്ങനെ നീല നിറമാവുന്ന നീലകണ്ഠനായി മാറുകയും ആ ഭഗവാന്, സാധാരണ നമ്മൾ പറയാറുണ്ട് അങ്ങനെ വിഷം തേണ്ടിയാൽ നമ്മൾ ഉറങ്ങാതിരിക്കുകയാണ്, ആ ഭഗവാന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി സർവ്വസരാചരങ്ങളും അന്ന് ഉറക്കൊളച്ച് പ്രാർത്ഥിച്ച ഒരു ദിനം കൂടിയാണ് ഈ ശിവരാത്രി ദിവസം. അപ്പോൾ ശിവരാത്രി ദിവസം വൈകുന്നേരങ്ങളിൽ ഉത്സവാദികൾ, അമ്പലങ്ങളിലൊക്കെ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അമ്പലങ്ങളിൽ ആ ഉത്സവങ്ങളിലും കാര്യങ്ങളിലൊക്കെ പങ്കെടുത്താൽ പോലും ആ രാത്രി 12 മണി വരെയെങ്കിലും ശിവനാമങ്ങളുമായി അന്ന് മുഴുവൻ ചെലവഴിക്കുന്നത് മാത്രമാണ് ശിവരാത്രിയുടെ ഫലം നമ്മളിലേക്ക് എത്തുകയുള്ളൂ. അന്നേ ദിവസം രാവിലെ കുളിച്ചിട്ട് മഹാദേവൻ്റെ സവിധത്തിൽ ചെന്ന് മഹാദേവൻ ഏറ്റവും ഇഷ്ടമുള്ള കൂവളത്തിലെ നടക്കൽ സമർപ്പിക്കുകയും മഹാദേവൻ ഏറ്റവും ഇഷ്ടമുള്ള പാലുകൊണ്ടും കരിക്ക് കൊണ്ടുള്ള അഭിഷേകാദികൾ നടത്തുകയും മഹാദേവന് ഇഷ്ടമുള്ള കൂവളത്തിലമാല ചാർത്തുകയും ഒക്കെ ചെയ്യുന്നത് വളരെ വളരെ ഗംഭീരമാണ്, വളരെ കേമാണ്, വളരെ ഐശ്വര്യപ്രദമാണ്. മഹാദേവൻ്റെ സവിധത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് മണിക്കൂറുകളുടെ നാമജപാദികൾ ചെയ്യുക, അന്നത്തെ നൊയമ്പെടുത്ത് ശിവനെ മാത്രം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ശിവസ്മൃതി കൊണ്ട് പുണ്യമാക്കാൻ പറ്റുന്ന നമ്മുടെ മനസ്സാകുന്ന ശ്രീകോലും കുടുംബമാകുന്ന ശ്രീകോലും നമ്മുടെ ജീവിതത്തിലെ മറ്റൊരു ഉത്തേജക മരുന്നായി തന്നെ മാറാനുള്ള സാധ്യത വളരെ വളരെ കേമത്തായിട്ട് നമുക്ക് കിട്ടുന്നൊരു ദിവസവും കൂടിയാണ്. അപ്പം അന്നേ ദിവസം എത്രമാത്രം മഹാദേവൻ്റെ അഷ്ടോത്തരങ്ങളായാലും ശിവഗായത്രി അതുപോലെ തന്നെ ശിവസഹസ്രനാമം ഏറ്റവും ശക്തം എന്ന് പറഞ്ഞാൽ നമഃശിവായ മന്ത്രം തന്നെയാണ്. നമഃശിവായ പോലെ ജപിക്കാൻ പറ്റിയ, നമഃശിവായ പോലെ മനസ്സിൽ സ്മരിക്കാൻ പറ്റിയ, നമഃശിവായ പോലെ ജപിക്കാൻ പറ്റിയ അത്യപൂർവമായ അത്യത്ഭുതമുള്ള നിൽക്കുന്ന ആ മഹാമന്ത്രം ജപിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശക്തമായി ചെയ്യേണ്ടത്. അതായത് നമ്മൾ മനസ്സിൽ മഹാദേവനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് മഹാദേവനെ സ്മരിച്ചുകൊണ്ട് നമഃശിവായ എന്ന് ജപിക്കുമ്പോൾ ആ മഹാദേവൻ്റെ വലതുകരം നമ്മുടെ തോളിൽ വന്ന് ആ ഭഗവാൻ നമ്മളെ വാരി പുണരുന്ന അതേ ശക്തിയാകുന്ന ആ ഫീലിംഗ് അല്ലെങ്കിൽ ആ അനുഗ്രഹം നമ്മൾക്ക് അനുഭവപ്പെടും. നമ്മുടെ സർവ്വ സങ്കടങ്ങളുടെയും
ക്ഷിപ്രപ്രസാദിയായി നിൽക്കുന്ന മഹാദേവൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വളരെ അനുസ്യൂതം കടന്നു വരുന്നൊരവസ്ഥയാണ് ആ മഹാദേവ സങ്കല്പം. അത്രയ്ക്ക് ശക്തമാണ്. സമ്പത്തില്ലാത്തവനെ സമ്പത്തിൻ്റെ രാജാവാക്കുന്നതും കഷ്ടതയിൽപ്പെടുന്നവനെ കഷ്ടതയിൽ മാറ്റി അവനെ എത്താവുന്നതിൻ്റെ ഏറ്റവും വലിയ അവസ്ഥയിലെത്തിക്കുന്നതും. എന്ത് സങ്കടങ്ങളാണോ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന എൻ്റെ മഹാദേവ എന്ന് വിളിച്ചുകൊണ്ട് ആ മഹാദേവൻ്റെ മുമ്പിൽ ആ സങ്കടങ്ങൾ പറയുന്ന ആ നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ശക്തിയിൽ, അദ്ദേഹത്തിൻ്റെ ആ സ്മരിക്കുന്ന അല്ലെങ്കിൽ നമ്മളിൽ നോക്കി ചിരിക്കുന്ന ആ മുഖത്തിലൂടെ തന്നെ ക്ഷിപ്രപ്രസാദിയായ ഭഗവാൻ നമ്മുടെ സർവ്വ സങ്കടങ്ങളെയും അലിയിപ്പിച്ച് കളഞ്ഞ് നമുക്ക് ശക്തമായി നിൽക്കുന്ന, മനോധൈര്യത്തോടു കൂടി നിൽക്കുന്ന, എല്ലാ വ്യാധികളിൽ നിന്ന് രക്ഷപ്പെടുന്ന, എല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്ന, എല്ലാ നന്മയും ശ്രേയസ്സും നൽകുന്ന, സർവ്വശാപതാപാദികളിൽ നിന്ന് രക്ഷിക്കുന്ന ആ മഹാദേവൻ്റെ അനുഗ്രഹം വളരെ 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 കേമായിട്ട് കഴിഞ്ഞ് ഒഴുകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. നമ്മൾ മാത്രമല്ല, മഹാദേവ സ്മരണയിൽ ഒരു കുടുംബവും ഒരു ഗ്രാമവും ഒരു ജനവിഭാഗവും മാത്രം എല്ലാ ആൾക്കാരും രക്ഷപ്പെടുകയാണ്. അത്രയ്ക്ക് ശക്തമാണ് നമഃശിവായ നമഃശിവായ. ആ മകാരം എന്ന് പറയുന്ന അമൃതിൻ്റെ ശക്തിയും ആ പൂർണ്ണശക്തി, ആ അമൃതിൻ്റെ പൂർണ്ണമായ ശക്തി നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും ഒഴുകി 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 എത്തുകയാണ്. അതാണ് പറയണത്, ആ മഹാദേവ സ്മരണയിൽ ഇരിക്കാൻ പറ്റുന്ന ഏറ്റവും പുണ്യമായി നിൽക്കുന്ന, ആ മഹാദേവൻ്റെ പൂർണ്ണമായി അനുഗ്രഹം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഏറ്റവും പുണ്യദിനമായ മഹാശിവരാത്രിയാണ്. എന്നെ കേൾക്കുന്നവരും എന്നെ അറിയുന്നവരും പറയുന്നവരും കാണുന്നവരെ കൊണ്ടും എത്ര നമഃശിവായി ജപിപ്പിക്കാവോ അത്രയും നമഃശിവായി ജപിച്ചുകൊണ്ട്, അത്രയും നമഃശിവായി ജപിച്ച ആ നാമജപത്തിൽ ലയിച്ചുകൊണ്ട്, ആ കൈലാസത്തിൻ്റെ മുമ്പിലിരിക്കുന്ന മഹാദേവനെ മാത്രം സ്മരിച്ചുകൊണ്ട്, ആ കൈലാസദേവനെ മാത്രം ഓർത്തുകൊണ്ട് ആ ഒരു ദിനം മാറ്റിവെക്കുമ്പോൾ ജീവിതാവസാനം വരെയുള്ള സങ്കടങ്ങളുടെ, എല്ലാ കുത്തഴിഞ്ഞ സങ്കടങ്ങളുടെയും അവസാന ദിവസമായി മഹാശിവരാത്രി മാറുന്നു എന്നുള്ളതാണ് ആ ദിവ്യ സങ്കല്പം. ആ ദിവ്യ സങ്കല്പത്തിലേക്ക് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ബുദ്ധി കൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മുടെ ജീവിതചര്യ കൊണ്ടും നമ്മുടെ ഭക്ഷണക്രമങ്ങൾ കൊണ്ടും ആ മഹാദേവനിലിരിക്കാൻ പറ്റുന്ന ഏറ്റവും മഹത്തരമായി നിൽക്കുന്ന ദിവസമാണ് മഹാശിവരാത്രി. ആ മഹാശിവരാത്രി ആ മഹാദേവനെ കണ്ട്, ആ മഹാദേവൻ്റെ സവിധത്തിൽ, മഹാദേവ സ്മരണയിൽ, മഹാദേവൻ്റെ ആ ആജ്ഞാനുവർത്തിയായി ആ അടുത്തിരുന്ന്, ആ മനസ്സുകൊണ്ട് തൊട്ടടുത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ആ ദിനം രാവിലെ ബ്രാഹ്മമുഹൂർത്തം മുതൽ രാത്രിയിൽ ഏകദേശം 12 മണി വരെയെങ്കിലും ആ മഹാദേവൻ്റെ അടുത്തിരിക്കാൻ പറ്റുന്ന, മനസ്സുകൊണ്ട് അടുത്തിരിക്കാൻ പറ്റുന്ന ആ ഒരു ദിനത്തെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് പൂർണ്ണമായി എൻ്റെ ജീവിതത്തിലേക്കും എൻ്റെ കുട്ടികൾക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ഞാൻ മാറ്റിവെക്കപ്പെടുന്നു എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന നിമിഷമാണ് നിങ്ങളുടെ ജീവിതത്തിലെ അത്ഭുതകരമായി നിൽക്കുന്ന മാറ്റങ്ങളിലേക്ക് ഇടയാകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ മഹാശിവരാത്രി അതിൻ്റെ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളണമെന്ന് ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ പറയുകയാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കാണാം, അത് പറയുമ്പോൾ പോലും എൻ്റെ കണ്ണുകൾ നിറയും. അത്ര ശക്തമാണത്. കാരണം എനിക്ക് അത്ര ഫീലിംഗ് ഉള്ളൊരു ദിവസമാണ്, അത്രയും ഏറ്റവും നല്ല ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് ആ മഹാദേവൻ്റെ അനുഗ്രഹം ആ മഹാശിവരാത്രി കൂടി നിങ്ങളുടെ കുടുംബത്തിലെത്തി നന്മയുടെ വഴികളിലേക്ക് പോകട്ടെ. എത്ര നാമം ജപിക്കാവോ അത്രയും നാമം ജപിക്കുക, എത്രമാത്രം പ്രാർത്ഥിക്കാവോ അത്രയും പ്രാർത്ഥിക്കുക, എത്ര ശുദ്ധമാകാവോ അത്രയും ശുദ്ധമാകുക. കാരണം ഇന്ന് ഈ ശിവരാത്രിക്ക് ഞായറാഴ്ച എന്ന് പറഞ്ഞൊരു പ്രാധാന്യം, ശനിപ്രദോഷത്തിൽ തുടങ്ങുന്നു, ഏറ്റവും നല്ല ദിവസമാണ്. അപ്പോൾ ഇത് അവധിയില്ല, ജോലിക്ക് പോകണം, ഒന്നും പറയാനില്ല. അത് നാട്ടിലായാലും കേരളത്തിലായാലും ഇന്ത്യയിലായാലും വിദേശത്തായാലും ഒരു മഹാദേവൻ്റെ ഫോട്ടോ മതി ഭഗവാന്റെ സ്മരണ കിട്ടാൻ. ആ സ്മരണയുള്ള അദ്ദേഹം അടുത്തെത്താനായിട്ട് ആ സ്മരണയുടെ ആ ഒരു ദിവസത്തെ നിങ്ങൾ മാറ്റിവെക്കുക. ആ ഒരു ദിവസത്തിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന പുണ്യ പൂങ്കാവനമായി നിൽക്കുന്ന ആ ജീവിതത്തിലേക്ക് വലതുകാല് വെച്ച് കയറാൻ പറ്റുന്ന ഏറ്റവും മഹത്തരമായ ദിവസം. അതുകൊണ്ട് നമഃശിവായ 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 എന്ന് ജപിച്ച് ആ ഭഗവാന്റെ പൂർണ്ണ ശക്തി അല്ലെങ്കിൽ പൂർണ്ണമായ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ആ ഒരു ദിവസത്തെ മാറ്റിവെക്കൂ. മഹാശിവരാത്രി ഒരു നന്മയുടെ വഴിയിലേക്ക്, എല്ലാ തിന്മകളും ഒഴിവാക്കുന്ന അവസ്ഥയിലേക്ക് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ശിവരാത്രിയുടെ ആശംസകൾ. നന്ദി, നമസ്കാരം.